അമേരിക്കയുടെ ഏറ്റവും പുതിയ സൈനിക ആക്രമണത്തിന് പിന്നാലെ ഒരു കരാറിന് വേണ്ടി ഇറാൻ തങ്ങളോട് കെഞ്ചുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇറാൻ ഒരു കരാറിനായി യാചിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. അമേരിക്കൻ സൈന്യം ഇറാനെതിരെ ആക്രമണം നടത്തിയതിനു ശേഷമാണ് ഇറാൻ ചർച്ചകൾക്കായി സന്നദ്ധത അറിയിച്ചതെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഒരു കരാറിനായി ഇറാൻ യാചിക്കുകയാണ് എന്ന ട്രംപിന്റെ പ്രയോഗം ഏറെ ശ്രദ്ധേയമാണ്. ഇത് ഇറാൻ ദുർബലമായ നിലയിലാണെന്നും അമേരിക്ക പറയുന്നത് എന്താണോ അതൊക്കെ അനുസരിക്കാൻ അവർ തയ്യാറാണെന്നും വരുത്തി തീർക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് കണക്കാക്കുന്നത്. ഏറ്റവും പുതിയ സൈനിക ആക്രമണത്തിന് ശേഷമാണ് ഇറാൻ ചർച്ചകൾക്കായി മുന്നോട്ട് വന്നതെന്ന അവകാശവാദം പൂർണ്ണമായും ട്രംപിന്റേത് മാത്രമാണ്. മറ്റ് സ്വതന്ത്രമായ ഉറവിടങ്ങളിൽ നിന്നോ നിലവിലെ അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്നോ ഇതിന് യാതൊരു ഔദ്യോഗിക സ്ഥിരീകരണവും ഇതുവരെ ലഭിച്ചിട്ടുമില്ല. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഏറെക്കാലമായി വഷളായി തുടരുന്നതിന്റെ ഇടയിലാണ് ട്രംപിന്റെ ഈ പരാമർശം വരുന്നത്. എന്തായാലും ട്രംപിന്റെ വാക്കുകൾ പുതിയൊരു രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു എന്നത് വ്യക്തമാണ്. അതേസമയം ഇന്ന് പുലർച്ചെ കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ മിസൈൽ മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങിയിരുന്നു. ഇതോടെ മേഖലയിൽ യുദ്ധം വീണ്ടും ശക്തമാകുമെന്ന ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. 3 ഗൾഫ് രാജ്യങ്ങളിലും പുതിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും തങ്ങളെ അതിർത്തിക്കുള്ളിലേക്ക് വന്ന ഡ്രോണുകളും മിസൈലുകളും വിജയകരമായി പ്രതിരോധിച്ചതായി കുവൈറ്റ് സൈന്യം പറയുന്നു. ബുധനാഴ്ച അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ ബഹ്റൈനിലും കുവൈറ്റിലും നടത്തിയ ആക്രമണങ്ങളെ തുടർന്നാണ് ഇപ്പോഴത്തെ പുതിയ സംഘർഷം ഉടലെടുത്തത്. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ ഇറാൻ അടുത്തിടെ ആക്രമണങ്ങൾ നടത്തിയതോടെ വെടിനിർത്തൽ കരാർ അവസാനിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബുധനാഴ്ച അമേരിക്ക പുതിയ സൈനിക നടപടി ആരംഭിച്ചത്. ഇറാന്റെ വിവിധ സൈനിക കേന്ദ്രങ്ങളിലും തുറമുഖങ്ങളിലും അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തി ഒരു ദിവസം പിന്നിടുമ്പോഴാണ് വീണ്ടും യുദ്ധം രൂക്ഷമാകുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യത്തിന് ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ ആയുധശേഷിയെ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ ആക്രമണങ്ങളെന്ന് സൈനിക ഉദ്യോഗസ്ഥർ ബുധനാഴ്ച സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ പറഞ്ഞിരുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, പശ്ചിമേഷ്യയുടെ ആകാശത്ത് വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ഹോർമൂസ് ജലപാതയിലൂടെ ഇനി എണ്ണക്കപ്പലുകൾ മാത്രം ആയിരിക്കില്ല കടന്നുപോകുന്നത്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും അവിടേക്ക് ഉടനെ എത്തിച്ചേരും. അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ സംഘർഷങ്ങൾ പോലും ആഗോള രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന വിധത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് വഴി തുറക്കും. അതേസമയം അമേരിക്കയുടെ ശക്തമായ ഭീഷണിക്കിടയിൽ യുദ്ധത്തിന്റെ ആദ്യ ദിനം കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ ഭൗതികദേഹം ഇന്ന് അടക്കം ചെയ്യും. 6 ദിവസം നീണ്ട ചടങ്ങുകൾക്ക് ശേഷം വടക്ക് കിഴക്കൻ ഇറാനിലെ ജന്മനാടായ മഷ്ഹദിലെ ഇമാം റിസ ദർഗയിലാണ് മയ്യത്ത് മറവ് ചെയ്യുന്നത്. ഇന്നലെ ഇറാഖിലെ ബാഗ്ദാദിലും നജ്ഫിലും തുടർന്ന് കർബലയിലും മയ്യത്ത് പൊതുദർശനത്തിന് വെച്ചിരുന്നു. ഇറാഖി നഗരങ്ങളിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകളിൽ ലക്ഷക്കണക്കിന് പേരാണ് പങ്കെടുത്തത്. ചടങ്ങുകൾ പ്രമാണിച്ച് ഇന്നലെ ഇറാഖിൽ പൊതു അവധിയായിരുന്നു. മക്കയും മദീനയും കഴിഞ്ഞാൽ ഷിയ വിശ്വാസികളുടെ ഏറ്റവും പുണ്യകേന്ദ്രങ്ങളിലൊന്നാണ് നജഫ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഖമനയ്ക്കായുള്ള 6 ദിവസത്തെ സംസ്കാര ചടങ്ങുകൾ ഇറാനിൽ ആരംഭിച്ചു. 1989 ഇറാനിലെ വിപ്ലവ നേതാവ് ഇമാം ഖൊമൈനിയുടെ അന്ത്യകർമ്മങ്ങളിൽ 1 കോടിയോളം ആളുകളാണ് പങ്കെടുത്തത്. അതിനുശേഷം ഇറാനിൽ നടക്കുന്ന ഏറ്റവും വലിയ പൊതുജന സാന്നിധ്യമുള്ള ചടങ്ങിനാണ് ഇന്ന് അവസാനമാകുന്നത്.